നമസ്കാരം. ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. കുറച്ച് തിരക്കായിപ്പോടെ, കുറച്ച് മറ്റ് ചാനലിൽ കുറച്ച് തിരക്കായപ്പോൾ കളിയും കൂടി എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അതിനുശേഷം കുത്തിയിരുന്ന് കളി കണ്ടതിന് ശേഷമാണ് നമ്മുടെ ഈ വീഡിയോ ഇടുന്നത്. ഇന്ത്യയുടെ വിജയം നമുക്ക് ആഘോഷിക്കണം. ആദ്യം എന്തായാലും ചെണ്ടമേളം ആയിക്കോട്ടെ. അങ്ങനെ ഒണ്ടേ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ഒണ്ടയിൽ നിലം തൊടിയിക്കാതെ ഓട്ടിച്ചിട്ടടിച്ച് എന്ത് ചെയ്തു? സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ തോപ്പിച്ചു. വെറും 38.4 ഓവർ എറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് അല്ലെ. 4 വിക്കറ്റിന്റെ ജയം. ഇംഗ്ലണ്ടിന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ 47.4 ഓവറിൽ ആൾ ഔട്ടായി എല്ലാവരും പൊടിയും തട്ടി പവലിയനിലേക്ക് പോയി. 248 റൺസ് മാത്രമേ ഈ പറയുന്ന ആർക്ക് നമ്മുടെ ഇംഗ്ലണ്ടിന് അടിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ്. അവരുടെ സ്കോർ കാർഡ് ആദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് ഇന്ത്യയുടെ പറയാം അല്ലേ. ശരി, ഇംഗ്ലണ്ടില് സത്യം പറഞ്ഞ ആദ്യം സാൾട്ട് വന്ന് സാൾട്ടിന്റെ കളിയൊക്കെ ഞാൻ കണ്ടു കേട്ടോ. തുടക്കം ഞാൻ കണ്ടു. സാൾട്ട് അടിച്ച് റൊട്ടി ആയിക്കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ യവന്റെ ഹർഷിത് റാണയുടെ ഇതില് ഒരു ഓവറിൽ എത്ര 26 റൺസ് അടിച്ചല്ലേ. 3 6 2 4 എന്തൊക്കെ അടിച്ച് റൊട്ടി ആയിക്കാണ് തുടങ്ങി. വെറും 26 ബോൾ നേരിട്ട് കൊണ്ട് 43 റൺസ്. നമുക്കറിയാം കഴിഞ്ഞ ലാസ്റ്റ് T20 തന്നെ അവന് ചെറിയൊരു ഫോമിലേക്ക് വരുന്നുണ്ട്. സാൾട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ബാറ്റ്സ്മാൻ ആണ്. അടിച്ചു കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോ 2 ഡെബ്യൂ ഉണ്ടായിരുന്നു, മനസ്സിലായ. നമ്മുടെ എന്തായാലും ഈ പറയുന്ന യശസ്വി ജയ്സ്വാളും ഹർഷിത് റാണയും എന്ത് ചെയ്തു? ഡെബ്യൂ ചെയ്തു. വൺഡേയിൽ ഡെബ്യൂ ചെയ്തു. വിരാട് കോഹ്ലിക്ക് പരിക്കാടേ, ഞാൻ കൃത്യമായിട്ട് കേട്ടില്ല. വിരാട് കോഹ്ലി എന്തായാലും ഇല്ലായിരുന്നു, പരിക്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വിരാട് കോഹ്ലി മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ആര് വന്നത്, പിന്നീട് ജയ്സ്വാൾ വന്നത്. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ കേസ് വെച്ച് കഴിഞ്ഞാൽ സാൾട്ട് 43 റൺസ് അടിച്ചൊരു 3 6 5 4 അടിച്ചു. ആ 3 6 ആ ഒരു ഓവറിൽ അടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണ്. അതുപോലെ ഡക്കറ്റും വലിയ കുഴപ്പമില്ലാതെ കളിച്ചു. 32 റൺസ് അടിച്ചിട്ടുണ്ട്. 29 ബോൾ നേരിട്ട് കൊണ്ട് 6 4 അടിച്ചു കേട്ടോ. ഇവർ രണ്ടുപേരെയും കൂട്ടുകെട്ട് എനിക്ക് തോന്നുന്നു 6 ഓവറൊക്കെ ആയപ്പോൾ 10-80 റൺസ് എന്തൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നീട് ഇവരെ കൂട്ടുകെട്ടും. അതിനുശേഷം വിക്കറ്റ് പോയി. പിന്നെ വന്നത് ജയറൂട്ട് വന്നിട്ട് എന്താണ്, ജോ റൂട്ട് 19 റൺസേ അടിക്കാൻ പറ്റും. 31 ബോളുകൾ നേരിട്ട് 19 റൺസ്. പിന്നെ ഹാരി ബ്രൂക്ക് ഡക്കായി. അതായത് ഈ ഹർഷിത് റാണയുടെ ഒരു ഓവറാണ് ടേണിംഗ് പോയിന്റ്. ഒരു ഓവറിൽ 2 വിക്കറ്റുകൾ ടപടപേന ഒരു ഓവറിൽ വീണായിരുന്നു. അതാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയത്. ജോ റൂട്ടും ഹാരി ബ്രൂക്സും പെട്ടെന്ന് ഔട്ടായി. ജോസ് ബട്ട്ലർ 52 റൺസ് അടിച്ചു. ജോസ് ബട്ട്ലർ ആണ് അവരുടെ ടോപ്പ് സ്കോറർ. 52 റൺസ് അടിച്ചു. 67 ബോളുകൾ നേരിട്ടുകൊണ്ട് 52 റൺസ് അടിച്ചു. 6 ഒന്നും അടിച്ചു, പക്ഷെ 4 4 അടിച്ചു. അതുപോലെ തന്നെ ബേത്തലും 51 റൺസ് അടിച്ചു. അവന്റെ ആദ്യത്തെ 50 ആണെന്ന് തോന്നുന്നു അല്ലേ. ബേത്തലിന്റെ 51 റൺസ് അടിച്ചു. 64 ബോളുകൾ നേരിട്ടുകൊണ്ട് അവൻ 51 റൺസ് അടിച്ചു. ഈ പറയുന്ന ബട്ട്ലറും ബേത്തലും കൂടി ചേർന്നാണ് അവരുടെ ഇന്നിങ്സ് പടുത്തുയർത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലിവിങ്സ്റ്റൺ വന്നതുപോലെ പോയി. ബി കാൾസ്, റഷീദ്, പിന്നെ ബാക്കിയ ആർച്ചർ ലാസ്റ്റ് വന്നിട്ട് ഒരു 21 റൺസ് അടിച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നും പിന്നെ അടിച്ചിട്ടില്ല. പിന്നെ ബൗളിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഹമ്മദ് ഷമീരെ വീണ്ടും തിരിച്ചുവരവായിരുന്നു. വൺഡേയിലേക്ക് ഒരു വിക്കറ്റ് തള്ളിയിട്ട് 4.7. അത്യാവശ്യം നല്ല രീതിയിൽ സ്വിങ്ങും കാര്യങ്ങളൊക്കെ മുഹമ്മദ് ഷാമിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഭാഗ്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിക്കറ്റ് 38 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 1 റൺസ് അടിച്ചിട്ടുണ്ട്. ഹർഷിത് റാണ അവന്റെ ഡെബ്യൂ ആയിരുന്നു. അവൻ 3 വിക്കറ്റ് തള്ളിയിട്ടു. ഹർഷിത് റാണ 3 വിക്കറ്റ് തള്ളിയിട്ട് വെറും പിന്നീട് 7 ഓവർ മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ. റൺസ് കുറച്ച് വിട്ടുകൊടുത്തു. കാരണം ഈ റൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ സാൾട്ടും മറ്റേ ഡക്കറ്റും കൂടി ചേർന്ന് അടിച്ചുള്ള റൺസ്. അതിനുശേഷം അവൻ അടിയൊന്നും വീണിട്ടില്ല. ഫസ്റ്റ് കിട്ടിയ അടി തന്നെയായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ അവൻ ബൗൾ ചെയ്തു എന്നുള്ളതാണ്. പട്ടേലും ഇതിന്റെ ഇടയിൽ കൂടി ഒരു വിക്കറ്റ് തള്ളിയിട്ട് 38 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 7 ഓവറിൽ ഒരു വിക്കറ്റ് തള്ളിയിട്ടു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അതുപോലെ നമ്മുടെ കുൽദീപ് യാദവിനും വലിയ വിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. കുൽദീപ് യാദവിന് വിക്കറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു വിക്കറ്റ് കിട്ടിയാൽ ഏതാണ്ട് 10 ഓവർ അടുപ്പിച്ച് എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ജഡേജ 3 വിക്കറ്റ്, കുറെ കാലത്തിന് ശേഷം ജഡേജ വന്ന് 3 വിക്കറ്റ് തള്ളിയിട്ടു. ജഡേജയുടെ ഫോമൊക്കെ നഷ്ടപ്പെട്ട് എടുത്ത് കളയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ജഡേജ ഇന്നലെ 3 വിക്കറ്റ് പിന്നെ തള്ളിയിട്ടുണ്ട്. അവസാനത്തെ വിജയ റണ്ണും ജഡേജയാണ് കുറിച്ചത്. ഇനി തിരിച്ച് മറുപടി ബാറ്റിംഗ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ 248 റൺസിന് ഇവരെല്ലാം ആൾ ഔട്ടായി കേട്ടോ. വെറും 47.4 ഓവറിൽ ഇവരെല്ലാവരും ആൾ ഔട്ടായി. അങ്ങനെ തിരിച്ച് ഇന്ത്യയുടെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ജയ്സ്വാളും രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ എനിക്ക് തോന്നുന്നില്ല, കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ നമ്മള് കുറെ കുറ്റം പറഞ്ഞുവെങ്കിലും ഈ കളി ഒണ്ടയിൽ അവൻ അടിച്ച് അവന്റെ ആ പവർ ഹിറ്റിംഗ് തിരിച്ചു കൊണ്ടുവരും, മാഡൻ രോഹിത്തായി തിരിച്ചു വരും എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്തെന്ന് അറിഞ്ഞില്ല, രോഹിത് ശർമ്മയുടെ സമയം കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം രോഹിത് ശർമ്മക്ക് ഈ പ്രാവശ്യം വെറുതെ അടിച്ച് ഫ്ലിക്ക് ചെയ്ത് പൊക്കി വെച്ചിട്ടുണ്ട്. ആ ഷോട്ടൊക്കെ അവൻ ബൗണ്ടറി കിടത്തുന്ന ഷോട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പ്രായമാകുമ്പോൾ
ഇനി മനസ്സിനൊത്ത് ശരീരം ചലിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. എങ്കിലും ഇനിയും കളികളുണ്ട്. അവിടെയൊക്കെ രോഹിത് ശർമ്മ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജയ്സ്വാൾ 2-3 4 അടിച്ചുകൊണ്ട് തുടങ്ങി. പക്ഷെ നമ്മുടെ ആർച്ചറിന്റെ ബൗളർ ജയ്സ്വാൾ ഔട്ടായി പോയി. എന്നാലും ജയ്സ്വാളിന് ഇതിലൊരു സെഞ്ചുറി ഉണ്ട്. തുടർച്ചയായ കളി എടുത്ത് അവ ഒരു സെഞ്ചുറി അടിച്ചിരുന്നില്ല. അവ അങ്ങനെ ഒരു കക്ഷിയാണ്. പക്ഷെ ഇന്ന് കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസ് അയ്യർ വന്ന് അടിയോടെ 2 വിക്കറ്റ് പറപറ പോയിരുന്നു. ശ്രേയസ് അയ്യർ വന്ന് അങ്ങോട്ട് അടി തുടങ്ങി. വെറും 36 ബോളുകൾ നേരിട്ടുണ്ട്, 59 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്, 9 4 2 6. മാടനടി, ആരോടത്തോ ഒരു വാശി തീർക്കുമ്പോഴുള്ള മാടനടിയായിരുന്നു ഈ പറയുന്ന ശ്രേയസ് അയ്യർ അടിച്ചത്. ആ ശ്രേയസ് അയ്യറിന്റെ അടിയോടുകൂടി അവന്മാരെ തളർന്നു. തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ 2 വിക്കറ്റൊക്കെ പോയപ്പോൾ തിരിച്ചു വരാം എന്നൊക്കെ കരുതിയെങ്കിലും ശ്രേയസ് അയ്യറിന്റെ മാടനടിയിൽ അവർ തളർന്നു. ശ്രേയസ് എന്നുള്ള ക്ലാസിക് ഷോട്ടായിരുന്നു. അത് ഇന്ന് നെഞ്ചു വിരിച്ച് ഇന്നോട്ടുള്ള അടി സൂപ്പർ ആയിരുന്നു. അതുപോലെ ശുഭ്മാൻ ഗില്ല് 87 റൺസ് അടിച്ചു. ശുഭ്മാൻ ഗില്ല് 1 ഡൗൺ ആയിട്ട് ഇറങ്ങിയെങ്കിലും 87 റൺസ് അടിച്ചു, സെഞ്ചുറി നഷ്ടപ്പെട്ടു. ലാസ്റ്റ് ആ പ്രാന്ത എവനാ വെപ്രാളപ്പെട്ട് അടിച്ചാണ് ആര്, നമ്മുടെ ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് എന്ത് ചെയ്തു? ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് അവന് 10-17 റൺസ് വേണം. അവൻ വന്നിട്ട് ഉടനെ 6 അടിക്കാൻ വേണ്ടി നിൽക്കുന്നു. അവന് സ്ഥിരമുള്ള പരിപാടിയാണ് ഈ പറയുന്ന പാണ്ഡ്യക്ക്, സ്ഥിരമുള്ള പരിപാടിയാണ്. തൊട്ടടുത്ത് അപ്പുറത്ത് ആരെങ്കിലും സെഞ്ചുറിയോട് അടുക്കാൻ നിൽക്കുമ്പോൾ ഇവന് ഭയങ്കര വിരിവിരിപ്പാണ്. അവൻ വന്ന് 4 അടി അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോ ഇവൻ 6 അടിച്ചു. അതിനുശേഷം 10-14 എത്ര വേണ്ടത് അത്രയും ബോൾ തന്നെ ഇവന് സെഞ്ചുറി തയ്ക്കാൻ വേണ്ടി ഇവനായിരുന്നു. പിന്നെ ഇവൻ എന്ത് ചെയ്തു? വാരി വലിച്ചിട്ട് അടിച്ചു, അവനും ഔട്ടായി. അവന്റെ സെഞ്ചുറി നഷ്ടപ്പെട്ടു. 87 റൺസിൽ അവൻ ഔട്ടായി പോയി. എങ്കിലും ഇന്ത്യയുടെ വിജയത്തിന്റെ നെടുന്തൂണ് എന്ന് പറയുന്നത് ശുഭം ഗില്ലായിരുന്നു. അങ്ങനെ അയ്യർ കളിച്ചു. പിന്നെ സത്യം പറഞ്ഞ് ഇവിടെ എടുത്തു പറയുന്നത് എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയത് പട്ടേലിന്റെ ആണ്. മനസ്സിലല്ലോ, പിന്നീട് പട്ടേൽ സൂപ്പർ ആയിട്ട് കളിച്ചു കേട്ടോ. 47 ബോൾ നേരിട്ടുണ്ട്, 52 റൺസ് അടിച്ചിട്ടുണ്ട്, 6 4കളും 1 6 ഒക്കെ അടിച്ചിട്ടുണ്ട്. ഈ പട്ടേലിന്റെ പേരിൽ പറയുകയാണെങ്കിൽ ഈ പട്ടേൽ നമുക്കറിയാലോ ഒരു ബൗളറാണ് അല്ലെ. അക്ഷർ പട്ടേൽ ഒരു ബൗളറാണ്. ബൗളറായിട്ട് പോലും ഇപ്പൊ അവൻ കളിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഒരു ഹൈ ക്ലാസ് ബാറ്റ്സ്മാനും കൂടി തോറ്റു. ആ രീതി ഭയങ്കര കോൺഫിഡൻസ് കൂടിയാണ് ഈ അവൻ കളിക്കുന്നത് കേട്ടോ. വലിയൊരു അസറ്റ് ആയിട്ട് ഇന്ത്യൻ ടീമിൽ ഒരു അസറ്റ് ആയിട്ട് അക്ഷർ പട്ടേൽ വളർന്നു വരുന്നുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നലെ അവന്റെ കളി. ഇത്രയും വിക്കറ്റുകൾ പോയി ടെൻഷൻ അടിച്ച് നിന്നപ്പോ പട്ടേൽ വന്ന് സൂപ്പർ ആയിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. 52 50 അടിച്ചിട്ടുണ്ട്. ഓക്കെ ശരി. KL രാഹുൽ വന്നു 2 റൺസേ നേടാൻ സാധ്യത. അപ്പോഴൊക്കെ പിന്നെ 10-12 റൺസ് 14 റൺസ് എടുത്താൽ മതി. അല്ലെങ്കിൽ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. 2 റൺസ് എടുത്ത് KL രാഹുൽ പോയി. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ വന്ന ഒരു 6 ഒക്കെ അടിച്ച് നീ അങ്ങനെ സെഞ്ചുറി അടിക്കണ്ടാ എന്നൊക്കെ പറഞ്ഞൊരു 6 ഒക്കെ അടിച്ചിട്ട് കുറച്ച് മുടയും കാര്യങ്ങളൊക്കെ കാണിച്ചുവെങ്കിലും നോട്ട് ഔട്ട് ആയിട്ട് നിന്നു. പിന്നെ അവസാനം ജഡേജ വന്ന് 2 4 കൂടി അടിച്ചാണ് ഇന്ത്യയുടെ കളി ജയിപ്പിച്ചത്. അപ്പൊ എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓട്ടിച്ചിട്ട് 38ാമത്തെ ഓവറിലൊക്കെ ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇമാർക്കൊക്കെ ഓവറോട് അമര വല്ല റൺസെങ്കിലും അടിച്ചു വെക്കട്ടെ. ഇമാർക്ക് പിന്നെ ബാറ്റിംഗ് കിട്ടുമ്പോൾ ഇമാർ ഒരു തേങ്ങ ചെയ്യത്തുമില്ല. അവരുടെ വിക്കറ്റ് തള്ളിയിട്ട് ആർച്ചർ 1 വിക്കറ്റ് തള്ളിയിട്ടു, മഹമ്മൂദ് അവൻ 2 വിക്കറ്റ് തള്ളിയിട്ടു, റഷീദ് 2 വിക്കറ്റ്, പിന്നെ ബേത്തൽ 1 വിക്കറ്റ് തള്ളിയിട്ടു. അപ്പൊ ഇതാണ് സംഭവം. അപ്പോ ഇന്ത്യ എന്ത് ചെയ്തു? അവന്മാരെ ഓട്ടിച്ചിട്ട് ഇന്ത്യ 4 വിക്കറ്റിന് ജയിച്ചിട്ടുണ്ട്. അതുപോലെ 68 ബോളുകൾ ലെഫ്റ്റ് ആണ്. 68 ഏതാണ്ട് 11 ഓവർ വരെ, 11 ഓവറിൽ കൂടുതൽ ബോളുകൾ ഈ പറയുന്ന എന്താണ് മിച്ചമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇത്ര വിക്കറ്റ് ഒന്നും പോകില്ലായിരുന്നു കേട്ടോ. 6 വിക്കറ്റ് ഒന്നും പോകില്ലായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ പിന്നെ അവസാനം ഓട്ടിച്ചിട്ട് അടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ സുഖമായിട്ട് ജയിക്കാൻ പറ്റും. അപ്പൊ ഇതായിരുന്നു ഇന്നലത്തെ കളി. എന്തായാലും അടുത്ത കളി നമുക്ക് വീണ്ടും കാണാം.